ഏത് രാഷ്ട്രത്തിൽ നിങ്ങൾ സന്ദർശിച്ചോളൂ. ഞാൻ എൻ്റെ ചെറിയ ജീവിതത്തിൽ 26 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട്. എല്ലാ രാഷ്ട്രത്തിൽ പോയാലും ഏത് കിട്ടും? ചിക്കൻ കിട്ടും. ചിക്കൻ കിട്ടാത്ത ഒരു സ്ഥലമല്ല, എല്ലാ സ്ഥലത്തും. എന്നാൽ അങ്ങനെയൊക്കെ വറുത്ത് ഉപയോഗിച്ചിട്ടും കോഴിന്റെ വർഗത്തിന് നാശമുണ്ടോ? ഇല്ല, വളർന്നു. എന്തുകൊണ്ട്? സുബഹിക്ക് എഴുന്നേൽക്കുന്ന ജീവിയാണ്, തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ജീവിയാണ്. അതുകൊണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ വസന്തം സ്വർഗത്ത് നിന്ന് ഇങ്ങനെ പുറപ്പെട്ടാൽ അതിങ്ങനെ ആസ്വദിക്കും. അതാണ് കോഴി. അതേ സമയത്ത് നായനെ ഇവിടെ ആരെങ്കിലും അറക്കണുണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ വർഗത്തിന് വളർച്ചല്ല. എന്താ കാരണം? നായി മഗ്‌രിബിന്റെ വാങ്ക് കൊടുത്ത് അങ്ങനെയാണ് പുറപ്പെട്ട് ഫസ്റ്റ് ഷോ കണ്ട്, സെക്കൻഡ് ഷോ കണ്ട്, അവിടെ മുട്ടി, ഇവിടെ തട്ടി, അവിടെ മുട്ടി, അങ്ങനെ ആ തഹജ്ജുദിന്റെ ആ റഹ്മത്തിന്റെ കാറ്റ് വരുന്ന നേരാകുമ്പോൾ മൂപ്പര് വന്നിട്ട് ചുരുണ്ടി ഓട്ടോറിക്ഷന്റെ ടയർ വെച്ചമാതിരി അവിടെ കിടക്കണ്ടോ? അതാ സുബഹിന്റെ റഹ്മത്ത് കിട്ടാത്ത ജീവിയാണ് ആര്? നായ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മളോട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇന്ന് സുബഹിക്ക് ഞാൻ നായയാവണോ കോഴിയാവണോ എന്ന് ആലോചിച്ച് ഉറങ്ങിയാൽ മതി. അല്ലാഹു നമുക്കൊക്കെ റഹ്മത്ത് നൽകുമാറാവട്ടെ.